നിങ്ങളുടെ സൗകര്യത്തിനിരിക്കുന്നവരല്ല ഞങ്ങൾ. അതിരാവിലെ തന്നെ സതീശൻ ചാടി എഴുന്നേറ്റ് അലറി വിളിക്കുകയാണ്. അതിനാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. ക്ഷേത്ര തർക്കവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ആക്രമിച്ച വിഷയത്തിൽ ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്, സ്ഥലം മാറ്റിക്കളയുമെന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ക്രിമിനലുകൾക്കെതിരെ എന്ത് നടപടി എന്ന് ചോദിക്കുമ്പോൾ ക്ഷേത്ര തർക്കവുമായ വിഷയം എന്നത് പറഞ്ഞത് മാറ്റിക്കളയുമ്പോൾ അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ആവശ്യത്തെ ഒറ്റയടിക്ക് തള്ളിയത് സതീശൻ അത്രയ്ക്ക് ബോധിച്ചില്ല. ചാടി എണീറ്റ് സ്പീക്കർക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് സഭയിൽ നിന്നും സതീശൻ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്, പൊതുപ്രാധാന്യമുള്ള വിഷയമാണ്. അമ്പലത്തിൽ നടത്തിയ ഉത്സവത്തെ കുറിച്ചല്ല കേസ്. സർ, പോലീസിനെ ആക്രമിച്ച കേസിൽ പോലീസിനെ സ്ഥലം മാറ്റിയ നടപടിയാണ് പോലീസിന്റെ. ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ സർക്കാരിന്റെ സൗകര്യം അനുസരിച്ചിട്ടല്ല അടിയന്തര പ്രമേയത്തിന്. ഇത് പൊതുപ്രാധാന്യം സാർ, ഇതൊരു ശരിയായ നടപടിയല്ല. നിങ്ങൾക്ക് അപ്രിയങ്ങളായ കാര്യങ്ങൾ സഭയിൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്. ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവമല്ലല്ലോ ചർച്ച. ഇവിടുത്തെ ചർച്ച പോലീസിനെ ആക്രമിച്ചു എന്നിട്ട് ആ ഉദ്യോഗസ്ഥന്മാരെ, ഞാൻ അന്ന് പറയാൻ ആ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയതാണ്. പോലീസിന്റെ ആത്മവീര്യം തകർത്തതാണ്. നിങ്ങൾ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല ക്രിമിനലുകൾ പറഞ്ഞവര് സബ്മിഷനെ അവതരിപ്പിക്കുന്നുണ്ടോ? സാർ, ഇത്രയും ഗൗരവ സബ്മിഷനെ അവതരിപ്പിക്കാൻ തയ്യാറാണോ? സബ്മിഷനെ അവതരിപ്പിക്കുന്നുണ്ടോ? അങ്ങ് സബ്മിഷനെ അവതരിപ്പിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രോസസ്? ഞങ്ങൾക്ക് ഇത് റൂൾ 50 ആയിട്ട് അവതരിപ്പിക്കാൻ അങ്ങ് അനുമതി തരണം. ഓർഡർ സോറി, ഡിസ്പോസ് ചെയ്തു. സോറി, സാർ, അങ്ങ് ഇത് അവതരിപ്പിക്കാത്തതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൌട്ട് ചെയ്യും. ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ UR പ്രദീപ്, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി. ശ്രീ UR പ്രദീപ്, മിനിസ്റ്റർ UR പ്രദീപ്. യെസ്, UR പ്രദീപ്.